ഡിയർ ഫ്രണ്ട്സ്, ഇന്നത്തെ എപ്പിസോഡ് എനിക്ക് വളരെയധികം സ്പെഷ്യലാണ്. സ്റ്റോക്ക് മാർക്കറ്റ് വീഡിയോ സീരീസിന്റെ 100ാമത്തെ എപ്പിസോഡാണ് ഇന്ന് ചെയ്യുന്നത്. ബിഗിനേഴ്സിന് വേണ്ടി 8-10 വീഡിയോ ചെയ്ത് അവസാനിപ്പിക്കണമെന്ന് വിചാരിച്ച ചാനൽ 100ാമത്തെ എപ്പിസോഡിൽ എത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൽ എനിക്ക് നന്ദി പറയാനുള്ളത് നിങ്ങൾ ഓരോരുത്തരോടുമാണ്. നിങ്ങൾ ഓരോരുത്തരും തന്ന സപ്പോർട്ടും പ്രോത്സാഹനമാണ് ഈ ഒരു ചാനൽ 100ാമത്തെ എപ്പിസോഡിലേക്ക് എത്തി നിൽക്കുന്നതിനെ സഹായിച്ചിരിക്കുന്നത്. ഈ ഒരു ചാനലിലൂടെ ഒരുപാട് പേർക്ക് ഇൻവെസ്റ്റ്മെന്റ് വേൾഡിലേക്ക് വരാനും അതേപോലെ തന്നെ നേരത്തെ ചെയ്തുകൊണ്ടിരുന്ന ഇൻവെസ്റ്റ്മെന്റിലെ ചില മിസ്റ്റേക്കുകൾ കറക്റ്റ് ചെയ്ത് ഇൻവെസ്റ്റ്മെന്റ് കണ്ടിന്യൂ ചെയ്യാനും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്കുള്ള യാത്ര തുടങ്ങാൻ സാധിച്ചു എന്നറിയുന്നതിനും വളരെയധികം സന്തോഷമുണ്ട്. ഒരുപാട് പേർ പേഴ്സണലി എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും ടച്ചിങ് ആയിട്ട് വന്നിട്ടുള്ളത് ഒരാളുടെ മെസ്സേജാണ്. അദ്ദേഹം പറഞ്ഞത് കഴിഞ്ഞ് 12 വർഷമായി ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യണമെന്ന് വിചാരിച്ച് അദ്ദേഹം സെർച്ച് ചെയ്യുന്നുണ്ട്. പക്ഷേ NRIസിന് ഇൻവെസ്റ്റ്മെന്റ് ചെയ്യാൻ സാധിക്കില്ല എന്നാണ് അദ്ദേഹം അറിഞ്ഞിരുന്നത്. അതിനുശേഷം ഈ ചാനൽ കണ്ടതിന് ശേഷമാണ് ഇൻവെസ്റ്റ് ചെയ്യാൻ സാധിക്കും എന്ന് അദ്ദേഹം അറിഞ്ഞത്. അതെന്നെ ഞെട്ടിച്ച ഒരു മെസ്സേജ് ആയിരുന്നു. കാരണം അധികം ഡേറ്റാസ് അല്ലെങ്കിൽ ന്യൂസുകൾ അവൈലബിൾ ആയിട്ടുള്ള സമയത്തും ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ ആൾക്കാർക്ക് കൃത്യമായി അറിയില്ല എന്നറിഞ്ഞത് എന്നെ ഞെട്ടിച്ച ഒരു സംഭവം തന്നെയായിരുന്നു. അതിനുശേഷമാണ് NRIസിന് വേണ്ടി കൂടുതൽ വീഡിയോസ് ചെയ്യണമെന്ന് ഞാൻ വിചാരിച്ചത്. ഈ ചാനൽ ആദ്യമായി കാണുന്നവരോട് പറയാനുള്ളത്, നിങ്ങളൊരു തുടക്കക്കാരോ അല്ലെങ്കിൽ ഒരു മിഡിൽ ലെവലിൽ ഉള്ളവരാണെങ്കിൽ സ്റ്റോക്ക് മാർക്കറ്റുമായി നിങ്ങൾ അറിയേണ്ട A to C കാര്യങ്ങൾ ഇതിൽ അവൈലബിൾ ആണ്. ഓരോന്ന് സെപ്പറേറ്റ് പ്ലേലിസ്റ്റുകളായി കൊടുത്തിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ ഫണ്ടമെന്റൽ അനാലിസിസ്, ടെക്നിക്കൽ അനാലിസിസ്, ടാക്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അല്ലെങ്കിൽ ബോണസ് ഇഷ്യൂ, റൈറ്റ് ഇഷ്യൂ, അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് സെപ്പറേറ്റ് പ്ലേലിസ്റ്റ് ഉണ്ട്. അതേപോലെ NRIസിന് വേണ്ടി NRI സ്പെഷ്യൽ എന്നൊരു പ്ലേലിസ്റ്റും ഉണ്ട്. NRI ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് കോംപ്രഹെൻസീവായ വീഡിയോസ് അവൈലബിൾ ആയിട്ടുള്ള ഒരു ചാനൽ ഇതാണെന്ന് പറയാൻ എനിക്ക് അഭിമാനമുണ്ട്. 100ാമത്തെ എപ്പിസോഡ് എന്തെങ്കിലും സ്പെഷ്യലായിട്ട് ചെയ്യണമെന്ന് ചിന്തിച്ച സമയത്ത് എൻ്റെ മനസ്സിലേക്ക് വന്നത് NRI സുഹൃത്തുക്കൾ തന്നെയാണ്. കാരണം എൻ്റെ വീഡിയോസിൽ ഏറ്റവും കൂടുതൽ ഫോളോ ചെയ്യുന്നതും ഏറ്റവും കൂടുതൽ സംശയങ്ങൾ ചോദിക്കുന്നതും NRI സുഹൃത്തുക്കളാണ്. അതുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് NRIസിന് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്. അതോടൊപ്പം NRIസിന് മാത്രമല്ല റെസിഡന്റ് ഇന്ത്യൻസിനും ഇതിൽ നിന്ന് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാനുണ്ട്. അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഡിസ്കസ് ചെയ്യുന്നത് NRI ഇൻവെസ്റ്റ്മെന്റുമായി ബന്ധപ്പെട്ട് ഏറ്റവും അധികം എൻ്റെ അടുത്ത് വന്ന സംശയങ്ങളാണ്. അതേപോലെ ഇപ്പോഴും ആളുകളുടെ ഇടയിലുള്ള സംശയങ്ങൾക്കുള്ള ഉത്തരങ്ങളാണ് ഇന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ കാണുന്നവർ മാക്സിമം ആളുകളിലേക്ക് ഷെയർ ചെയ്യുക. ഒരുപാട് പേർക്ക് ഉപകാരപ്പെടുന്ന, ഒരുപാട് പേരുടെ സംശയങ്ങൾ ക്ലിയർ ചെയ്യുന്ന ഒരു എപ്പിസോഡായിരിക്കും ഇത്. അതേപോലെ നിങ്ങളുടെ ഫീഡ്ബാക്സുകൾ പോസിറ്റീവ് ആണെങ്കിലും നെഗറ്റീവ് ആണെങ്കിലും കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അപ്പോൾ NRIസുമായി ബന്ധപ്പെട്ട കോമൺ സംശയങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഫ്രണ്ട്സ്, മൈ നെയിം ഈസ് ജോബി ജോർജ്. വെൽക്കം ടു ജോബ്സ് കോർണർ. സംശയങ്ങളിലേക്ക് കടക്കുന്നതിന് മുന്നേ ആരാണ് NRI, എങ്ങനെയാണ് ഒരു NRIയെ ഡിഫൈൻ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഇന്ത്യയിൽ 2 നിയമങ്ങളാണ് NRIയെ ഡിഫൈൻ ചെയ്യുന്നത്. അത് 1999 FEMA റൂളും 1961 IT ആക്ടുമാണ്. FEMA റൂൾ അഥവാ ഫോറിൻ എക്സ്ചേഞ്ച് മണി ആക്ട് പ്രകാരം NRIയെ ഡിഫൈൻ ചെയ്യുന്നത്, നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസനോ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിനോ ആയിരിക്കട്ടെ, നിങ്ങൾ ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് റിസൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ NRI ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അതേപോലെ 1961 IT ആക്ട് പ്രകാരം നിങ്ങളുടെ ടാക്സ് റെസിഡൻസി റിസൈഡ് ചെയ്യുന്നത്, നിങ്ങൾ ഒരു ഇന്ത്യൻ സിറ്റിസൺ അല്ലെങ്കിൽ പേഴ്സൺ ഓഫ് ഇന്ത്യൻ ഒറിജിൻ ഒരു ഫിനാൻഷ്യൽ ഇയറിൽ 182 ഡേയ്സ് ഔട്ട്സൈഡ് ഇന്ത്യയിലാണ് റിസൈഡ് ചെയ്യുന്നതെങ്കിൽ നിങ്ങളെ NRI ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. വേറെയും കുറച്ച് ക്ലോസുകൾ കൂടിയുണ്ട്, പക്ഷേ ഇതാണ് പ്രധാനപ്പെട്ട ക്ലോസുകൾ. അപ്പോൾ ആരാണ് NRI എന്ന് കൃത്യമായി മനസ്സിലായിട്ടുണ്ടാകും എന്ന് വിശ്വസിക്കുന്നു. ഇനി ഏറ്റവും ആദ്യത്തെ കോമൺ സംശയം നോക്കാം. NRI ആയി കഴിഞ്ഞാൽ നാട്ടിൽ റെസിഡന്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് ഏറ്റവും കോമൺ സംശയവും. അതേപോലെ ഏറ്റവും കൂടുതൽ ആളുകൾ ചെയ്യുന്ന കോമൺ മിസ്റ്റേക്കും അതുതന്നെയാണ്. ആസ് പെർ FEMA റൂൾ, ഒരാൾ NRI ആയി കഴിഞ്ഞാൽ നാട്ടിലെ ബാങ്കിനെ അറിയിച്ച് നിങ്ങളുടെ റെസിഡന്റ് അക്കൗണ്ട് NRO അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യേണ്ടതാണ്. ഒരാൾ NRI ആയി കഴിഞ്ഞാൽ നാട്ടിലെ റെസിഡന്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യാൻ ലീഗലി അലൗഡ് അല്ല. NRI ആയതിനു ശേഷവും റെസിഡന്റ് അക്കൗണ്ട് ഹോൾഡ്, നിങ്ങളുടെ റെസിഡന്റ് അക്കൗണ്ടിലെ എമൗണ്ടിലെ 3 times അല്ലെങ്കിൽ 2 lakhs rupees, ഇതാണ് പെനാൽറ്റി ആയിട്ട് വരിക. അത് കൂടാതെ പെർ ഡേ 5,000 rupees. നിങ്ങൾ എന്ന് മുതലാണോ NRI ആയത് അതിനുശേഷം നിങ്ങൾ റെസിഡന്റ് അക്കൗണ്ട് NRO അക്കൗണ്ടിലേക്ക് മാറ്റുന്നവരെയുള്ള സമയത്ത് പെർ ഡേ 5,000 rupees ആണ് പെനാൽറ്റി ആയിട്ട് വരിക. നിങ്ങളിൽ പലർക്കും ഈ പെനാൽറ്റി വന്നിട്ടുണ്ടാവില്ല, കാരണം ചെറിയ എമൗണ്ടുകളൊക്കെ ആയിരിക്കും അതിൽ ഹോൾഡ് ചെയ്യുന്നത്. പക്ഷേ വലിയൊരു എമൗണ്ടിന് ട്രാൻസാക്ഷൻ ഒക്കെ വരുമ്പോൾ ഇങ്ങനെയുള്ള ഫൈൻ വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് വൺസ് NRI ആയതിനു ശേഷം, ഇപ്പോൾ ഇനി ഓൾറെഡി NRI ആണെങ്കിലും നിങ്ങൾ നാട്ടിൽ റെസിഡന്റ് അക്കൗണ്ട് ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ബാങ്കിനെ ഇൻഫോം ചെയ്ത് അത് NRO അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അടുത്തൊരു ക്വസ്റ്റൻ ആണ്, റെസിഡൻസി സ്റ്റാറ്റസ് മാൻഡേറ്ററി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യേണ്ടതാണോ എന്നുള്ളത്. റെസിഡൻസി സ്റ്റാറ്റസ് മാൻഡേറ്ററി ആയിട്ട് അപ്ഡേറ്റ് ചെയ്യണമെന്നില്ല, പക്ഷേ ഒരു ടാക്സ് പർപ്പസിലേക്ക് വരുമ്പോൾ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നത് തന്നെയാണ് നല്ലത്. ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റ് പോർട്ടലിൽ പോയി നിങ്ങളുടെ റെസിഡൻസി സ്റ്റാറ്റസ് നോൺ റെസിഡന്റ് ഇന്ത്യൻ എന്നുള്ള സ്റ്റാറ്റസിലേക്ക് മാറ്റുന്നതാണ് റെക്കമെൻഡ് ചെയ്യുന്നത്. അല്ലാത്ത പക്ഷം നിങ്ങളുടെ റെസിഡന്റ് അക്കൗണ്ട് NRO അക്കൗണ്ടിലേക്ക് മാറ്റിയിട്ടുണ്ടെങ്കിലും വലിയൊരു എമൗണ്ട് ട്രാൻസാക്ഷൻ ഒക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ നോട്ടീസ് വരാൻ സാധ്യതയുണ്ട്. ഇതിനെക്കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് അടുത്ത എപ്പിസോഡിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നതാണ്. അടുത്ത ക്വസ്റ്റ്യൻ, NRS മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണമോ എന്നുള്ളതാണ്. NRSന്റെ കേസിൽ ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടത് മാൻഡേറ്ററി അല്ല. എന്നിരുന്നാലും നിങ്ങൾക്ക് ഇന്ത്യയിൽ നിന്ന് എന്തെങ്കിലും ഇൻകം ഉണ്ട്, ഫോർ എക്സാമ്പിൾ നിങ്ങൾക്ക് പെൻഷൻ കിട്ടുന്നുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും റെന്റൽ കിട്ടുന്നുണ്ട്, ആ ഒരു എമൗണ്ട് ഇൻകം ടാക്സ് സ്ലാബ് പ്രകാരം ടാക്സ് ഫയൽ ചെയ്യേണ്ട കാറ്റഗറിയിലാണെങ്കിൽ തീർച്ചയായിട്ടും NRS ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ടതുണ്ട്. അതേസമയം നിങ്ങൾക്ക് സ്റ്റോക്ക് മാർക്കറ്റിലോ മ്യൂച്വൽ ഫണ്ടിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തിട്ട് വരുന്ന എമൗണ്ട് ആണെങ്കിൽ നിങ്ങൾ മാൻഡേറ്ററി ആയിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങളുടെ ഓരോ പ്രോഫിറ്റിനും TDS ആയിട്ട് ടാക്സ് ഡിഡക്ട് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾ ITR ഫയൽ ചെയ്തില്ലെങ്കിലും കുഴപ്പമില്ല. NRIസിന്റെ ടാക്സുമായി ബന്ധപ്പെട്ട് ഡീറ്റെയിൽ ആയിട്ട് എപ്പിസോഡ് 53 ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ആ എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കുക. അടുത്തത് ഏറ്റവും കോമൺ ആയിട്ട് എൻ്റെ അടുത്ത് വന്നൊരു സംശയമാണ്. ഞാൻ നാട്ടിലായിരുന്നപ്പോൾ എനിക്കൊരു ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ഇപ്പോൾ ഞാൻ NRI ആണ്, എങ്ങനെയാണ് അത് കൺവേർട്ട് ചെയ്യുക, അല്ലെങ്കിൽ അത് ഞാൻ ക്ലോസ് ചെയ്യണോ, അങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരുന്നുണ്ട്.
തീർച്ചയായിട്ടും നിങ്ങൾ NRI അതിനുശേഷം നിങ്ങളുടെ റെസിഡന്റ് ഡിമാറ്റ് അക്കൗണ്ട് NRI ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അതിനുവേണ്ടി ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് നിങ്ങളുടെ റെസിഡന്റ് ബാങ്ക് അക്കൗണ്ട് NRO ബാങ്ക് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ബ്രോക്കറെ ഇൻഫോം ചെയ്ത് നിങ്ങളുടെ KYC അപ്ഡേറ്റ് ചെയ്യുക. നിങ്ങളുടെ KYC ആപ്ലിക്കേഷൻ ഫോമും സപ്പോർട്ടിംഗ് ഡോക്യുമെന്റ് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ വിതിൻ 7 ഡേയ്സിനുള്ളിൽ തന്നെ നിങ്ങളുടെ റെസിഡന്റ് ഡിമാറ്റ് അക്കൗണ്ട് NRI ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതേപോലെ നിങ്ങളുടെ നിലവിലെ ബ്രോക്കർ NRI സർവീസ് കൊടുക്കുന്നില്ലെങ്കിൽ നിങ്ങൾ NRI സർവീസ് കൊടുക്കുന്ന ഒരു ബ്രോക്കർ വഴി നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക. അതിനുശേഷം എക്സിസ്റ്റിംഗ് ഷെയർസ് CDSL ECST വഴി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഓൺലൈനായിട്ട് നിങ്ങളുടെ പുതിയ ഡിമാറ്റ് അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യാൻ സാധിക്കുന്നതാണ്. ഇതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസ് NRI പ്ലേലിസ്റ്റിൽ അവൈലബിൾ ആണ്. മറ്റൊരു സംശയമാണ് NRO അക്കൗണ്ട് ആണെങ്കിലും NRI അക്കൗണ്ട് ആണെങ്കിലും ടാക്സ് ഇംപ്ലിക്കേഷൻ സെയിം ആണോ എന്നുള്ളത്. NRO അക്കൗണ്ടിലും NRI അക്കൗണ്ടിലും ടാക്സ് ഇംപ്ലിക്കേഷൻ സെയിം തന്നെയാണ്. നിങ്ങൾ NRI ആണോ എന്നുള്ളതാണ് അവിടെ കൺസിഡർ ചെയ്യുന്നത്. എന്നിരുന്നാലും NRO അക്കൗണ്ട് നിങ്ങൾ FD സ്റ്റാർട്ട് ചെയ്യുകയോ അല്ലെങ്കിൽ NRO അക്കൗണ്ടിൽ നിങ്ങൾ ഡെപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് അതിൻ്റെ മുകളിൽ ഒരു 30% TDS ആപ്ലിക്കബിൾ ആണ്. അതേസമയം NRI അക്കൗണ്ടിൽ ഡെപ്പോസിറ്റ് ചെയ്യുന്ന ക്യാഷിന് കിട്ടുന്ന ഇൻട്രസ്റ്റിന് മുകളിൽ ടാക്സ് ആപ്ലിക്കബിൾ അല്ല. ഈ ഇൻട്രസ്റ്റിന് മുകളിൽ മാത്രമാണ് ടാക്സ് ആപ്ലിക്കബിൾ ആയിട്ട് വരുന്നത്, അല്ലാതെ നിങ്ങൾ ഡിപ്പോസിറ്റ് ചെയ്യുന്ന എമൗണ്ടിന് മുകളിലല്ല ടാക്സ് വരുന്നത്. അതേപോലെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്, ഡിമാറ്റ് അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ NRI അക്കൗണ്ട് വെച്ചാണോ അതോ NRO അക്കൗണ്ട് വെച്ചാണോ സ്റ്റാർട്ട് ചെയ്യുന്നത് നല്ലത് എന്നാണ് ചോദിക്കുന്നത്. നിങ്ങൾ NRI അക്കൗണ്ട് വെച്ചാണ് ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യുന്നതെങ്കിൽ ഒരു PIS അക്കൗണ്ട്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെന്റ് സ്കീം എന്നുള്ള ഒരു അക്കൗണ്ട് കൂടി ഓപ്പൺ ചെയ്യേണ്ടതാണ്. അങ്ങനെ വരുമ്പോൾ ഒരു PIS ചാർജസും അങ്ങനെ കുറച്ചധികം ചാർജസ് കൂടി വരുന്നതാണ്. അതേസമയം NRO അക്കൗണ്ട് വെച്ചാണെങ്കിൽ നോൺ PIS അക്കൗണ്ട് ആണ്. അപ്പോൾ അതിനുവേണ്ടി എക്സ്ട്രാ ചാർജുകളൊന്നും വരുന്നില്ല. അതിനെക്കുറിച്ചും ഡീറ്റെയിൽ ആയിട്ട് വീഡിയോസ് അവൈലബിൾ ആണ്, നിങ്ങളൊന്ന് കണ്ടു നോക്കുക. അടുത്ത ക്വസ്റ്റ്യൻ, മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ട് ആവശ്യമാണോ എന്നുള്ളതാണ്. മ്യൂച്വൽ ഫണ്ടിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ ഡിമാറ്റ് അക്കൗണ്ടിന് ആവശ്യമില്ല. നിങ്ങൾ KYC രജിസ്ട്രേഷൻ ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. നിങ്ങൾക്ക് ബാങ്കുകൾ വഴിയോ ബ്രോക്കേഴ്സ് വഴിയോ അല്ലെങ്കിൽ മ്യൂച്വൽ ഫണ്ട് ഹൗസുകൾ വഴിയോ നിങ്ങളുടെ KYC രജിസ്റ്റർ ചെയ്യാം. നിങ്ങൾ KYC ആപ്ലിക്കേഷൻ ഫോം സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് QR കോഡുള്ള ആധാർ കാർഡ് അല്ലെങ്കിൽ ആധാർ വെച്ചാണ് KYC ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്നതെങ്കിൽ വൺസ് KYC രജിസ്റ്റർ ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഏത് മ്യൂച്വൽ ഫണ്ട് ഹൗസിന്റെ വെബ്സൈറ്റ് വഴിയും ഡയറക്റ്റ് ആയിട്ട് തന്നെ മ്യൂച്വൽ ഫണ്ട് ഇൻവെസ്റ്റ്മെന്റ് സ്റ്റാർട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, ഡിമാറ്റ് അക്കൗണ്ടും അല്ലെങ്കിൽ KYC രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് ഡോക്യുമെന്റുകൾ നോട്ടറി അറ്റസ്റ്റ് ചെയ്യുന്നുള്ളതാണ്. ഇന്ത്യൻ എംബസി, കോൺസുലേറ്റ് അതല്ലെങ്കിൽ ഇന്ത്യൻ ബാങ്കിന്റെ റെപ്രസെന്റേറ്റീവ് ബാങ്കുകൾ നിങ്ങളുടെ കൺട്രിയിലുണ്ടെങ്കിൽ അവർ മുഖേനയാണ് നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതല്ലെങ്കിൽ നാട്ടിൽ പോകുന്ന സമയത്ത് ഒരു നോട്ടറി അഡ്വക്കേറ്റ് വഴിയോ അല്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് വിസിറ്റ് ചെയ്തോ നിങ്ങൾക്ക് അറ്റസ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നിരുന്നാലും എംബസി വഴിയോ കോൺസുലേറ്റ് വഴിയോ അല്ലെങ്കിൽ റെപ്രസെന്റേറ്റീവ് ബാങ്ക് വഴിയോ ഒക്കെ അറ്റസ്റ്റ് ചെയ്യുന്നത് വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് നിങ്ങൾ നാട്ടിൽ പോകുന്ന സമയത്ത് നിങ്ങളുടെ ബാങ്ക് വിസിറ്റ് ചെയ്തോ അല്ലെങ്കിൽ നോട്ടറി അഡ്വക്കേറ്റിനെ കണ്ടോ അറ്റസ്റ്റ് ചെയ്യുന്നതാണ് കൂടുതൽ എളുപ്പം. അതല്ലെങ്കിൽ ഏത് ബ്രോക്കർ വഴിയാണ് നിങ്ങൾ ഡിമാറ്റ് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അവരുടെ ബ്രാഞ്ചുകൾ ഉണ്ടെങ്കിൽ അവിടെ ഡയറക്റ്റ് ആയിട്ട് വിസിറ്റ് ചെയ്ത് ഡോക്യുമെന്റുകൾ അറ്റസ്റ്റ് ചെയ്യാതെ തന്നെ നിങ്ങൾക്ക് അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ സാധിക്കുന്നതാണ്. അടുത്തൊരു ക്വസ്റ്റ്യൻ, NRSന് ഇൻട്രാഡേയും ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് ഒക്കെ ചെയ്യാൻ സാധിക്കുമെന്നുള്ളതാണ്. NRSന് ഇൻട്രാഡേ ചെയ്യാൻ സാധിക്കുന്നതല്ല, അതേസമയം ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസിൽ ട്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. എന്നാൽ ചില ബ്രോക്കേഴ്സ് NRSന് ഇൻട്രാഡേ ചെയ്യാനുള്ള ഫെസിലിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് 100% ലീഗലല്ല. ചില ബ്രോക്കേഴ്സ് അഡ്വൈസ് ചെയ്യുന്നത് നിങ്ങളുടെ റെസിഡന്റ് അക്കൗണ്ട് NRO അക്കൗണ്ടിലേക്ക് ചേഞ്ച് ചെയ്യുക, അതിനുശേഷം KYC അപ്ഡേറ്റ് ചെയ്യേണ്ട. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ റെസിഡൻസി സ്റ്റാറ്റസ് റെസിഡന്റ് ഇന്ത്യൻ എന്നുള്ളതായിരിക്കും, NRI സ്റ്റാറ്റസിലേക്ക് മാറുന്നില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇൻട്രാഡേ ചെയ്യാൻ സാധിക്കുന്നതാണ്. പക്ഷേ നിങ്ങൾ കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യണം. എങ്കിൽ പോലും അത് 100% ലീഗൽ എന്ന് പറയാൻ സാധിക്കില്ല. കാരണം KYC അപ്ഡേറ്റ് ചെയ്യേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. നമ്മൾ കൃത്യമായി KYC അപ്ഡേറ്റ് ചെയ്യാത്തത് കൊണ്ടാണ് അവിടെ സ്റ്റാറ്റസും ചേഞ്ച് ചെയ്യാത്തത്. അതുകൊണ്ട് തന്നെ NRIസിന് മാൻഡേറ്ററി ആയിട്ട് TDS ഡിഡക്ട് ചെയ്യേണ്ട സ്ഥാനത്ത് അവിടെ TDS ഡിഡക്ഷൻ നടക്കുന്നില്ല. നിങ്ങൾ അതിനുശേഷം ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പക്ഷേ ആ സമയത്ത് എന്തുകൊണ്ട് TDS ഡിഡക്ട് ചെയ്തില്ല എന്ന് പറഞ്ഞ് ചിലപ്പോൾ ഒരു നോട്ടീസ് വരാനുള്ള സാധ്യതകളുണ്ട്. അതുകൊണ്ട് ഞാൻ സജസ്റ്റ് ചെയ്യുന്നത് നിങ്ങൾ കൃത്യമായി KYC അപ്ഡേറ്റ് ചെയ്ത് ലീഗലായിട്ട് തന്നെ ഇൻവെസ്റ്റ്മെന്റ് ചെയ്യുന്നതാണ്. അതല്ലെങ്കിൽ ഫ്യൂച്ചറിൽ നിങ്ങൾ വലിയൊരു എമൗണ്ടിലേക്കൊക്കെ വന്നു കഴിയുമ്പോൾ ചിലപ്പോൾ ഫൈനൊക്കെ വരാം. ആ സമയത്ത് ഹ്യൂജ് എമൗണ്ട് ഒക്കെ ചിലപ്പോൾ പേ ചെയ്യേണ്ടി വന്നേക്കാം. അതുകൊണ്ട് ലീഗലായിട്ട് ചെയ്യുന്നത് തന്നെയാണ് പ്രിഫറബിൾ. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഞാൻ NRI ആയിരുന്നു, ഇപ്പോൾ നാട്ടിലേക്ക് റിട്ടേൺ ചെയ്തു. ഇനി എന്തൊക്കെയാണ് ഞാൻ ചെയ്യേണ്ടത്? എനിക്ക് ഡിമാറ്റ് അക്കൗണ്ട് ഉണ്ടായിരുന്നു, ബാങ്ക് അക്കൗണ്ട് ഉണ്ടായിരുന്നു, അതൊക്കെ എന്താണ് ഞാൻ ചെയ്യേണ്ടത്? ആസ് പെർ റൂൾ നിങ്ങൾ റെസിഡന്റ് ഇന്ത്യൻ ആയതിനു ശേഷം നിങ്ങളുടെ ബാങ്കിനെ ഇമ്മീഡിയറ്റ് ആയിട്ട് അറിയിച്ച് നിങ്ങളുടെ NRI അക്കൗണ്ട് റെസിഡന്റ് അക്കൗണ്ടിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അതേപോലെ ബാങ്ക് അക്കൗണ്ട് കൺവേർട്ട് ചെയ്തതിനു ശേഷം നിങ്ങളുടെ ബ്രോക്കറെ അറിയിച്ച് നിങ്ങളുടെ ഡിമാറ്റ് അക്കൗണ്ടിന്റെ KYC സ്റ്റാറ്റസും അപ്ഡേറ്റ് ചെയ്ത് റെസിഡന്റ് ഇന്ത്യൻ സ്റ്റാറ്റസിലേക്ക് കൺവേർട്ട് ചെയ്യേണ്ടതാണ്. അത് ഇത്ര ദിവസത്തിനുള്ളിൽ ചെയ്യണം എന്ന് പറഞ്ഞിട്ടില്ല, പക്ഷേ എത്രയും പെട്ടെന്ന് ചെയ്യുക എന്നുള്ള അഡ്വൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാനുള്ളത്. വീഡിയോ കുറച്ച് ലെങ്തി ആയി പോയിട്ടുണ്ട്. ഇത്രയൊക്കെ സംശയങ്ങൾ കവർ ചെയ്തുകൊണ്ടാണ് ഇത്ര ലെങ്തി ആയി പോയത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ വലിയ ഫീഡ്ബാക്സ് തരിക, മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത എപ്പിസോഡുമായി എത്രയും പെട്ടെന്ന് തന്നെ കാണാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.